നമസ്കാരം. പ്രധാന വാർത്തകൾ. അയ്യപ്പൻകാവിലെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ചെർപ്പളശ്ശേരി അർബൻ ബാങ്കിൽ കോടികളുടെ ക്രമക്കേട് നടന്നുവെന്ന BJPയുടെ ആരോപണം തള്ളി ബാങ്ക് ഭരണസമിതി. പ്രചാരണം വസ്തുതാവിരുദ്ധം. അക്കൗണ്ടിലൂടെ ഇടപാട് നടത്തിയത് 19 ലക്ഷം രൂപ മാത്രം. സുതാര്യമായാണ് എല്ലാ ഇടപാടും നടന്നിരിക്കുന്നതെന്നും ബാങ്ക് ഭരണസമിതി. കമ്മ്യൂണിസത്തെ എങ്ങനെ തകർക്കാം എന്നതിനുള്ള പരീക്ഷണശാലയായി കേരളം മാറിയെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ത്രിപുരയിലെയും ബംഗാളിലെയും പോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകരില്ലെന്നും EN സുരേഷ് ബാബു. പെരിന്തൽമണ്ണ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ UDSFന് ചരിത്ര വിജയം. 7 സീറ്റുകളും UDSF നേടി. തകർത്തത് 50 വർഷത്തെ SFIയുടെ കുത്തക. പുലിക്കല്ലൂർ ആനക്കൽ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പാക്കുമെന്ന് പഞ്ചായത്ത്. റവന്യൂ വകുപ്പിന്റെ കീഴിലുള്ള 23 ഏക്കർ ഭൂമി പാട്ടത്തിന് ഏറ്റെടുക്കും. ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണെന്ന് പ്രസിഡന്റ്. ഉദ്യോഗസ്ഥരുടെ അഭാവം. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ജനങ്ങളെ വലയ്ക്കുന്നതായി BJP. സെക്രട്ടറിയും ഓവർസിയറും ഉൾപ്പെടെയുള്ള തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു. പകരം ആളുകളെ ഉടൻ നിയമിക്കണമെന്നും BJP. വിശദമായ വാർത്തകളിലേക്ക്. CPM ഭരിക്കുന്ന ചെർപ്പളശ്ശേരി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിനെതിരെ നടക്കുന്ന പ്രചാരണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന ബാങ്ക് ഭരണസമിതി. ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവിന്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടോ സോളാർ ലോൺ സംബന്ധിച്ച ഇടപാടുകാരന്റെ പരാതിയിലോ യാതൊരു ക്രമക്കേടും ബാങ്കിൽ നടന്നിട്ടില്ലെന്നും ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവിന്റെ പേരിൽ ചെർപ്പളശ്ശേരി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ വ്യാജ അക്കൗണ്ടുണ്ടാക്കി പണം തട്ടിയെന്ന BJP നേതാവ് സന്ദീപ് വാര്യരുടെ ആരോപണത്തിന് മറുപടിയായാണ് ബാങ്ക് ഭരണസമിതി രംഗത്ത് വന്നത്. ബാങ്കിനെക്കുറിച്ച് BJP ഉന്നയിച്ച ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. ക്രമക്കേട് നടന്നെന്ന് BJP ആരോപിക്കുന്ന അക്കൗണ്ട് അയ്യപ്പൻകാവ് ദേവസ്വം മാനേജിംഗ് ട്രസ്റ്റി രേഖാമൂലം ആവശ്യപ്പെട്ടത് പ്രകാരം മാനേജിംഗ് ട്രസ്റ്റി ശിവശങ്കരന്റെയും നാരായണന്റെയും പേരിൽ ജോയിന്റ് അക്കൗണ്ടായി 3/8/2018 ആരംഭിച്ചതാണ്. ജോയിന്റ് അക്കൗണ്ടായതിനാൽ രണ്ടുപേരും ഒപ്പിട്ട ചെക്ക് മുഖാന്തരമാണ് ഈ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിച്ചിട്ടുള്ളത്. 19/8/2023 അന്നത്തെ മാനേജിംഗ് ട്രസ്റ്റി രേഖാമൂലം ആവശ്യപ്പെട്ടത് പ്രകാരം ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയും അക്കൗണ്ടിലെ തുക അയ്യപ്പൻകാവിന്റെ തന്നെ 2182 എന്ന അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച എല്ലാ രേഖകളും ബാങ്കിലുണ്ട്. 19 ലക്ഷത്തിൽ പരം രൂപ മാത്രമാണ് 718 എന്ന അക്കൗണ്ട് നമ്പറിലൂടെ ഇടപാട് നടന്നിട്ടുള്ളത്. ഇതാണ് കോടികൾ എന്ന രീതിയിൽ പറയുന്നത്. അക്കൗണ്ടിന്റെ പേര് സംബന്ധിച്ച് സൺ ഓഫ് അയ്യപ്പൻകാവ് എന്നത് സോഫ്റ്റ്വെയർ സംബന്ധിച്ച ഒരു പ്രശ്നം മാത്രമാണ്. ബാങ്കിന്റെ ഓഡിറ്റ് രേഖയിലും ഈ അക്കൗണ്ട് സംബന്ധിച്ച് എല്ലാ വിവരങ്ങളും വ്യക്തമാണെന്നും ആർക്കും പരിശോധിക്കാവുന്നതാണെന്നും ചെയർമാൻ M. മോഹനൻ പറഞ്ഞു. അയ്യപ്പൻകാവ് ദേവസ്വത്തിൻ്റെ ലെറ്റർ പാഡിൽ അവിടുത്തെ മാനേജിംഗ് ട്രസ്റ്റി ചെർപ്പളശ്ശേരി അർബൻ ബാങ്ക് ജനറൽ മാനേജർക്ക് 3/8/2018 മാനേജിംഗ് ട്രസ്റ്റിയായ ശ്രീ ശിവശങ്കരൻ്റെ പേരിലും അവിടുത്തെ തീർത്ഥപാണിയായി ജോലി നോക്കുന്ന ശ്രീ KH നാരായണൻ എന്നവരുടെ പേരിലും ഒരു ജോയിൻ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞ് ഇവിടെ ഒരു അപേക്ഷ തരികയും നമ്മുടെ മെയിൻ ബ്രാഞ്ചിൽ ഒരു ജോയിൻ്റ് അക്കൗണ്ട് അയ്യപ്പൻകാവ് ദേവസ്വം എന്ന പേരിൽ ഒരു ജോയിൻ്റ് അക്കൗണ്ട് ആരംഭിക്കുകയും ചെയ്തു. ഈ അക്കൗണ്ടിൻ്റെ ഓപ്പറേറ്റിംഗ് പവർ കൊടുത്തിട്ടുണ്ടായിരുന്നത് ജോയിൻ്റ് അക്കൗണ്ടാണ്. ശ്രീ ശിവശങ്കരൻ എന്ന മാനേജിംഗ് ട്രസ്റ്റിയുടെയും KH നാരായണൻ എന്ന തീർത്ഥപാണിയുടെയും പേരിലാണ് അതിൻ്റെ ജോയിൻ്റ് അക്കൗണ്ടിൻ്റെ ഓപ്പറേറ്റിംഗ് പവർ അസൈൻ ചെയ്തിരുന്നത്. ഈ അക്കൗണ്ടിലേക്ക് അവർ പൈസ ദിവസേന എന്നോണം ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ജോയിൻ്റ് അക്കൗണ്ട് ആയതിനാൽ രണ്ടുപേരും ഒപ്പിട്ട് ചെക്ക് മുഖാന്തരം ഇതിൽ നിന്ന് പണം വിഡ്രോ ചെയ്യുകയും ചെയ്തിരുന്നു. അവസാനം 10/8/2013 അയ്യപ്പൻകാവ് ദേവസ്വത്തിൻ്റെ മാനേജിംഗ് ട്രസ്റ്റി അന്നത്തെ മാനേജിംഗ് ട്രസ്റ്റി രേഖാമൂലം ആവശ്യപ്പെട്ടത് പ്രകാരം ഈ അക്കൗണ്ട് ഇപ്പോൾ വിവാദത്തിൽ ഇരിക്കുന്ന ഈ അക്കൗണ്ട് നമ്പർ 718 ക്ലോസ് ചെയ്യാൻ അവർ നമ്മൾക്ക് അപേക്ഷ തരികയും ആ അക്കൗണ്ടിലുണ്ടായിരുന്ന പൈസ മുഴുവനും അയ്യപ്പൻകാവിൽ ഇവിടെയുള്ള സ്ഥിരമായി അവരുടെ പഴയ അക്കൗണ്ടായ 2182 എന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടുകയുമാണ് ഉണ്ടായത്. അവരുടെ ആ റിക്വസ്റ്റ് സ്വീകരിച്ച് ഈ അക്കൗണ്ട് 718 എന്ന് പറഞ്ഞ അക്കൗണ്ട് ക്ലോസ് ചെയ്യുകയും അതിലുണ്ടായിരുന്ന തുക മുഴുവനും 2182 എന്ന അക്കൗണ്ടിലേക്ക് 18/8/2023 ട്രാൻസ്ഫർ ചെയ്യുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. ക്ഷമിക്കണം, 19/8/2013 ട്രാൻസ്ഫർ ചെയ്തതാണ്. ഇതാണ് ഈ അക്കൗണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഈ അക്കൗണ്ടിൽ വന്ന എല്ലാ പൈസയും
വളരെ സുതാര്യമായിട്ട് ഇതിൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ഉണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കൽ ബാങ്ക് അയ്യപ്പൻകാവ് ആവശ്യപ്പെട്ടിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവരുടെ ഓഡിറ്റിനോ അതോ വേറെ ആരോ ചോദിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ ബാങ്കിന് മറച്ചു വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ബാങ്ക് ഇതിലെന്തെങ്കിലും ക്രമവിരുദ്ധമായ നടപടികളോ ക്രമവിരുദ്ധമായ ട്രാൻസാക്ഷനുകളോ നടത്താൻ ബാങ്കിന് കഴിയില്ല. ബാങ്കിന് അതിൻ്റെ ആവശ്യമില്ല. ബാങ്ക് അതിന് ശ്രമിക്കുകയോ നടത്തുകയോ ചെയ്തിട്ടില്ല. ഇത് ശരിയാണ്. എന്താ വെച്ചാൽ ഈ സൺ ഓഫ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് അത് ഞങ്ങൾ പറഞ്ഞല്ലോ. ഇതിൽ ഭാഗികമായിട്ട് സിസ്റ്റത്തിൻ്റെ ഒരു ഡിഫക്റ്റും കൂടി ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അത് നമ്മൾ നിവൃത്തിയില്ല, അത് സത്യമാണ്. പക്ഷേ ആരോപിക്കപ്പെടുന്ന വിധത്തിൽ ഇതിൽ ക്രമവിരുദ്ധമായിട്ടോ സത്യസന്ധമല്ലാത്തതായിട്ടോ ഒരു തരത്തിലുള്ള ഇടപാടുകളും ഈ അക്കൗണ്ടിൽ നടന്നിട്ടില്ല. അത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാൻ ബാങ്ക് രേഖകളെല്ലാം റെഡിയാണ്. ബാങ്ക് ഭരണസമിതിയോ CPMO ചേർന്ന് വിചാരിച്ചാലൊന്നും ഇന്നത്തെ രീതിയിൽ എന്തെങ്കിലും ക്രമക്കേട് നടത്താൻ കഴിയില്ല. ഈ വിഷയത്തിൽ പരാതിയോ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടതായോ വന്നിട്ടില്ലെന്നും ചെയർമാൻ വ്യക്തമാക്കി. മറ്റൊരു ആരോപണം സോളാർ ലോൺ സംബന്ധിച്ച ഇടപാടുകാരന്റെ പരാതിയാണ്. ഈ ഇടപാടുകാരൻ ലൂസ് ചെക്ക് ഉപയോഗിച്ചാണ് സോളാർ യൂണിറ്റ് വയ്ക്കുന്ന സ്ഥാപനത്തിന് 3 തവണയായി ഇയാളുടെ സേവിംഗ് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും സ്ഥാപനത്തിന്റെ കറന്റ് അക്കൗണ്ടിലേക്ക് പണം മാറ്റിയിട്ടുള്ളത്. തന്റെ പേരിൽ ബാങ്കിൽ നിന്നും പണം എടുത്തത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് വസ്തുത വിരുദ്ധമാണെന്നും ചെയർമാൻ പറഞ്ഞു. ആദ്യം ഒരു സോളാർ ലോണുമായി ബന്ധപ്പെട്ട് ഒരു ചാനലിൽ വന്ന വാർത്തയുണ്ട്. ഇടപാടുകാരനായ വ്യക്തി പറയുന്നത് അദ്ദേഹം ബാങ്കിൽ വരികയോ ബാങ്കിൽ വന്ന് ഒപ്പിട്ട് കൊടുക്കുകയോ ചെയ്തിട്ടില്ല. മുൻപൊരു ലോണിന് അപേക്ഷിച്ചിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ ഇടപാടുകാരൻ്റെ സോളാർ ലോൺ നമ്പർ 3 അദ്ദേഹത്തിന് 3 ലക്ഷം രൂപയാണ് ബാങ്ക് ലോൺ അനുവദിച്ചത്. മാത്രമല്ല ബാങ്കിൽ ഒരിക്കൽ പോലും വന്നില്ല എന്ന് പറയുന്ന ഈ ഇടപാടുകാരൻ 7/1/2022 വരികയും അദ്ദേഹം വൗച്ചർ ഒപ്പിട്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പറായ SB 3160 60,000 രൂപ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ 11/1/2022 അദ്ദേഹം ബാങ്കിൽ വരികയും വൗച്ചർ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് 1,50,000 രൂപ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. വീണ്ടും 18/1/2022 അദ്ദേഹം 90,000 രൂപ അദ്ദേഹത്തിൻ്റെ SB അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്. ഇത് മൂന്നും അദ്ദേഹത്തിൻ്റെ സ്വന്തം സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്. ഈ സോളാർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പാർട്ടി വേറൊരാളാണ്. അദ്ദേഹത്തിൻ്റെ കറൻറ്റ് അക്കൗണ്ട് 38 വല്ലപ്പുഴ ബ്രാഞ്ചിലെ അക്കൗണ്ടാണ് പവർ പോയിൻ്റ് എന്നൊരു സ്ഥാപനത്തിൻ്റെ. ഈ സ്ഥാപനത്തിലേക്ക് അദ്ദേഹം ലൂസ് ചെക്ക് ഉപയോഗിച്ച് ബാങ്കിൽ വന്ന് ലൂസ് ചെക്ക് ഉപയോഗിച്ച് ഈ അക്കൗണ്ടിലേക്ക് കറൻറ്റ് അക്കൗണ്ടിലേക്ക് അതേ ദിവസങ്ങളിൽ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഡയറക്ടർമാരായ VP മുരളീധരൻ, P ധനേഷ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ K ഹരിദാസ്, ജനറൽ മാനേജർ VC ഉണ്ണികൃഷ്ണൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചരിത്ര വിജയം നേടി UDSF. പോളിടെക്നിക് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിൽ ആദ്യമായി പെരിന്തൽമണ്ണ ഗവൺമെന്റ് പോളിടെക്നിക്കിൽ UDSF വിജയിച്ചു. 7-ൽ 7 സീറ്റുകളും UDSF നേടി. 50 വർഷത്തോളം SFI കൈയടക്കിയ കുത്തകയാണ് UDSF അവസാനിപ്പിച്ചത്. SFIയുടെ ആധിപത്യം അവസാനിപ്പിച്ച് പെരിന്തൽമണ്ണ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും UDSF തൂത്തുവാരി. മുൻ വർഷങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം 1-2 സീറ്റുകൾ മാത്രമാണ് UDSFന് ലഭിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം 1 സീറ്റ് പോലും UDSFന് ലഭിച്ചിരുന്നില്ല. ഈ തിരഞ്ഞെടുപ്പിൽ 7-ൽ 7 സീറ്റുകളും നേടി UDSF മികച്ച വിജയം കരസ്ഥമാക്കി. മുഹമ്മദ് സൽമാൻ KT ചെയർമാൻ, വൈസ് ചെയർമാൻ മുഹമ്മദ് യാസിർ, ലേഡി വൈസ് ചെയർമാൻ KU ഫിദ, മുഹമ്മദ് ജസീൽ ജനറൽ സെക്രട്ടറി, മുഹമ്മദ് സാലിഹ് PUC, ധനുഷ് P ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി, KP നൌഷ ഷഹൽ മാഗസിൻ എഡിറ്റർ എന്നിവരാണ് വിജയിച്ചത്. UDSF വിജയത്തോടെ പെരിന്തൽമണ്ണ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ SFIയുടെ 50 വർഷത്തെ ആധിപത്യമാണ് അവസാനിച്ചത്. വിജയത്തിൽ UDSF പ്രവർത്തകർ പെരിന്തൽമണ്ണയിലും അങ്ങാടിപ്പുറത്തും ആഹ്ലാദ പ്രകടനം നടത്തി.
കമ്മ്യൂണിസത്തെ എങ്ങനെ തകർക്കാം എന്നതിനുള്ള പരീക്ഷണശാലയായി കേരളം മാറിയെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. CPM ചളവറയിൽ സംഘടിപ്പിച്ച PK സുധാകരൻ മാസ്റ്റർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു EN സുരേഷ് ബാബു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇല്ലാ കഥകൾ പടച്ചുവിടുകയാണ്. ഇടതുപക്ഷ സർക്കാരിൻ്റെ നേട്ടങ്ങളെ മറച്ചുവെച്ച് അണികൾക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടാക്കുന്ന തരത്തിലാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്. ത്രിപുരയിലെയും ബംഗാളിലെയും പോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകർന്നു പോകില്ലെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ പ്രതിസന്ധിയിലാക്കാം എന്ന് ഓരോ മിനിറ്റിലും പരീക്ഷണം നടത്തുന്ന ഒരു പരീക്ഷണശാലയായി കേരളത്തെ മാറ്റുകയാണ്. അത് വർഗശത്രുക്കൾ മാത്രമല്ല, വർഗീയ രാഷ്ട്രീയം മാത്രമല്ല, അവരെ അതിനോളം അറിവിലേക്ക് അല്ലെങ്കിൽ അവരെ ആ നിലയിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന കേരളത്തിലെ വലതുപക്ഷ ദൃശ്യപത്ര മാധ്യമങ്ങൾ. അവർക്കാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ മനസ്സിനെ, ഇടതുപക്ഷ രാഷ്ട്രീയത്തെ എങ്ങനെയെല്ലാം തകർക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്തും തകർക്കുക. അത് ഏത് വിഷയം വന്നാലും CPM-നെതിരായിട്ട് എങ്ങനെ പ്രയോഗിക്കാം, അതിനെന്ത് കഥകളും കെട്ടിച്ചമയ്ക്കാം, അതിന് ഏത് തരംതാണ വേലയും ഞങ്ങൾ ചെയ്യും. ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ പത്രപ്രവർത്തനം. ഞങ്ങൾ എത്രയൊക്കെ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന നിലയിലേക്ക് കേവലം കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ താല്പര്യങ്ങൾക്കനുസൃതമായി കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് മേൽക്കൈയുള്ള ഈ കേരള മനസ്സിനെ തകർക്കുക. ഇതല്ലേ ഓരോ വിഷയത്തിൽ നിന്ന് സ്വീകരിക്കുന്നത്. മനുഷ്യ മനസ്സുകളിൽ നിന്നും വേറിട്ട് പോകുന്ന ഒരു പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അത് ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്റെ ജീവിതത്തിനോട് അലിഞ്ഞു ചേർന്നതാണ്. മുറിച്ചു മാറ്റിയാൽ മാറുന്നതല്ല. ഈ കേരളത്തിന്റെ മനുഷ്യ ജീവിതത്തിൽ ഓരോ കുടുംബത്തിലും അവർക്കുണ്ടാകും അവരുടെ ദുരനുഭവങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഹിച്ച പങ്ക്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും പാലക്കാട് ജില്ലയ്ക്കും തീരാനഷ്ടമാണ് PK സുധാകരൻ മാസ്റ്ററുടെ വിയോഗം. യാത്രകളെയും വായനയെയും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന സുധാകരൻ മാസ്റ്റർ വിനയത്തിൻ്റെയും കരുതലിൻ്റെയും പ്രതിരൂപമായിരുന്നു. രാഷ്ട്രീയ ജീവിതത്തിലും ജനകീയ പ്രശ്നങ്ങളിലുള്ള ഇടപെടലുകളിലും സുധാകരൻ മാസ്റ്റർ തന്നെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. യഥാർത്ഥത്തിൽ ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത ശേഷം ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുമ്പോഴാണ് സുധാകരൻ മാഷുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നത്. പൊതുവെ എനിക്ക് വ്യക്തിപരമായി അദ്ദേഹത്തിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് മരണം വരെ കാത്തു സൂക്ഷിക്കാനും കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു സമീപനം അങ്ങനെയായിരുന്നു. സാധാരണഗതിയിൽ പാർട്ടിയിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റികളിലൊക്കെ വിവിധ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഓരോ സഖാക്കൾക്കും ഉണ്ടാവുന്നു. അതാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകത. അപ്പോൾ വിവിധ സാഹചര്യങ്ങളിൽ വിവിധ വിഷയങ്ങളിൽ ഈ കാര്യങ്ങളെല്ലാം അടിസ്ഥാനപ്പെടുത്തി പല അഭിപ്രായങ്ങളൊക്കെ പല ഘട്ടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ കമ്മിറ്റിക്കകത്തൊക്കെ സ്വീകരിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ സ്വീകരിക്കുമ്പോഴും വ്യത്യസ്ത അഭിപ്രായങ്ങളും നിലപാടുകളെല്ലാം തികച്ചും ജനാധിപത്യപരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുമ്പോഴും നിലപാട് സ്വീകരിക്കുമ്പോഴും മേഷനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഒരു ഉയർന്ന കമ്മ്യൂണിസ്റ്റ് ബോധത്തോടുകൂടി ആ വിമർശനത്തെ ഉൾക്കൊള്ളാനും മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ അത് കുറച്ചുകൂടി മറ്റ് സഖാക്കളിൽ വേദനയില്ലാത്ത വിധം നല്ല ഭാഷകൾ ഉപയോഗിച്ച് സഖാവ് ചെയ്യാറുണ്ട്. ചളവറ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ CPIM ഏരിയ സെക്രട്ടറി K നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു.
പി മമ്മിക്കുട്ടി MLA, KB സുഭാഷ് മാസ്റ്റർ, പി രാമചന്ദ്രൻ, MM വിനോദ് കുമാർ തുടങ്ങിയവരും മറ്റ് ഏരിയ കമ്മിറ്റി അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ഉദ്യോഗസ്ഥരുടെ അസാന്നിധ്യം ജനങ്ങളെ വലയ്ക്കുന്നെന്ന് BJP. ഒരു മാസക്കാലമായി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ അസാന്നിധ്യമാണ് വിവിധ ആവശ്യങ്ങൾക്കായി വരുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. പഞ്ചായത്ത് സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, ഓവർസിയർ, സീനിയർ ക്ലർക്ക്, അക്കൗണ്ടന്റ് തുടങ്ങിയവരുടെ കസേരകളാണ് കഴിഞ്ഞ ഒരു മാസമായി ഒഴിഞ്ഞുകിടക്കുന്നത്. ഈ തസ്തികകളിൽ ഉള്ളവർ സ്ഥലം മാറിപ്പോയിരുന്നു. എന്നാൽ പകരം ആളുകൾ നിയമിതരായിട്ടില്ല. പഞ്ചായത്തിലെ ദൈനംദിന കാര്യങ്ങളിൽ വളരെ ബുദ്ധിമുട്ടാണ് ഇതുകാരണം അനുഭവപ്പെടുന്നത്. പലതവണ സ്വരാജ് ട്രോഫി നേടിയ ഒരു പഞ്ചായത്താണ് ശ്രീകൃഷ്ണപുരം. എന്നാൽ ഇപ്പോൾ അവസ്ഥ തീർത്തും ശോചനീയമാണെന്ന് BJP ആരോപിക്കുന്നു. ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളിൽ ഉടനടി ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും അല്ലാത്ത പക്ഷം ജനകീയ സമരം സംഘടിപ്പിക്കുമെന്നും BJP നേതാക്കൾ അറിയിച്ചു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി പഞ്ചായത്ത് സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറി, അതുപോലെ തന്നെ LSCD, ഓവർസിയർ, സീനിയർ ക്ലർക്ക്, അക്കൗണ്ടന്റ് തുടങ്ങി പോസ്റ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. നിലവിലുള്ള ആളുകൾ ട്രാൻസ്ഫർ ആയതിനു ശേഷം ഇത്തരം പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ നിയമിക്കാത്തത് മൂലം നിരവധിയായിട്ടുള്ള ഫയലുകൾ പഞ്ചായത്തിൽ കെട്ടിക്കിടക്കുകയാണ്. സാധാരണക്കാരുടെ ദൈനംദിന ആവശ്യത്തിനു വേണ്ടി പഞ്ചായത്തുകൾ കയറി ഇറങ്ങുമ്പോൾ ഈ ഉദ്യോഗസ്ഥർ ഇല്ലാത്തത് മൂലം ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണ്. സാധാരണക്കാരായ ആളുകൾ നിരവധി തവണ പഞ്ചായത്തിൽ കയറിയിറങ്ങി അവരുടെ കാര്യങ്ങൾ നടക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൽ കഴിഞ്ഞ കുറച്ച് മാസമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ വേണ്ട ഉദ്യോഗസ്ഥരുടെ നിയമനം ഉടൻ നടപ്പിലാക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമരപരിപാടിയുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമെന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ ആദിവാസികൾക്ക് തത്തേങ്കലത്ത് നൽകിയ 1 ഏക്കർ വീതം ഭൂമിയിൽ എന്ത് കൃഷി ചെയ്യാനാവുമെന്ന് തീരുമാനിക്കാൻ മന്ത്രി K. കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച തത്തേങ്കലത്ത് യോഗം ചേരും. കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. 2021 ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള 253 പേർക്കാണ് 1 ഏക്കർ വീതം കൃഷിഭൂമി തത്തേങ്കലത്ത് നൽകിയത്. ഇത്രയും പേർക്ക് പട്ടയം നൽകിയിരുന്നുവെങ്കിലും ആരും ഭൂമി ഏറ്റെടുത്തിരുന്നില്ല. ഇക്കാര്യം മലബാർ സിറ്റി ന്യൂസ് വാർത്തയാക്കിയതോടെയാണ് മന്ത്രിയും അധികൃതരും ഇടപെട്ടത്. സൈലന്റ് വാലിയുടെ ബഫർ സോണിനോട് ചേർന്ന് കിടക്കുന്ന വനഭൂമിയാണ് ഇവർക്ക് ലഭിച്ച ഭൂമി. ചെങ്കുത്തായ ഭൂപ്രദേശവും പാറക്കെട്ടുകളും വന്യമൃഗശല്യവും ഉള്ള സ്ഥലം ഏറ്റെടുക്കാൻ ആരും തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇവിടെ എന്ത് ചെയ്യാനാവുമെന്ന് ആലോചിക്കാൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചത്. കഴിഞ്ഞ മാസം 23-ന് കളക്ടർ ഡോക്ടർ S. ചിത്രയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം സ്ഥലം പരിശോധിച്ചിരുന്നു. ഇവിടെ ഭൂമി ലഭിച്ചവരെ ഉൾപ്പെടുത്തി സൊസൈറ്റി രൂപീകരിച്ച് സംഘകൃഷി ചെയ്യാമെന്ന ആശയം മന്ത്രി കൃഷ്ണൻകുട്ടി മുന്നോട്ട് വെച്ചിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് തത്തേങ്കലം വനംവകുപ്പിന്റെ ഓഫീസിലാണ് യോഗം വിളിച്ചിരിക്കുന്നത്. അവിശ്വാസത്തിലൂടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പുറത്തായ ഏലംകുളം പഞ്ചായത്തിൽ പുതിയ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും 16-ന് തെരഞ്ഞെടുക്കും. 40 വർഷം LDF ഭരിച്ച ഏലംകുളം പഞ്ചായത്ത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF പിടിച്ചെടുത്തിരുന്നു. എന്നാൽ LDF കൊണ്ടുവന്ന അവിശ്വാസത്തിലൂടെ കഴിഞ്ഞ ദിവസം UDFന് ഭരണം നഷ്ടമാവുകയായിരുന്നു. UDFിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പുറത്തായ ഏലംകുളം പഞ്ചായത്തിൽ പുതിയ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഈ മാസം 16-ന് തെരഞ്ഞെടുക്കും. രാവിലെ 11 മണിക്കാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. ഉച്ചയ്ക്ക് 2 മണിക്ക് വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുക്കും. വരണാധികാരി പെരിന്തൽമണ്ണ സബ് രജിസ്ട്രാർക്കാണ് തെരഞ്ഞെടുപ്പ് ചുമതല. അവിശ്വാസത്തിലൂടെയാണ് കോൺഗ്രസിലെ പ്രസിഡന്റ് C. സുകുമാരനെയും മുസ്ലിം ലീഗിലെ വൈസ് പ്രസിഡന്റ് K. ഹൈറുന്നീസയെയും LDF പുറത്താക്കിയത്. ഇരു കക്ഷികൾക്കും 8 വീതം അംഗങ്ങൾ ഉള്ള പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെയാണ് UDFന് ഭരണം ലഭിച്ചിരുന്നത്. കോൺഗ്രസ് സ്വതന്ത്രയായ രമ്യ മാണിത്തൊടി LDFനൊപ്പം ചേർന്നതോടെ ഏലംകുളം പഞ്ചായത്തിൽ UDFന് ഭരണം നഷ്ടമാവുകയായിരുന്നു. നിലവിലെ സ്ഥിരം സമിതി അധ്യക്ഷനും മുതിർന്ന CPM നേതാവും മുൻ പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറിയുമായ NP ഉണ്ണികൃഷ്ണനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തേക്കും. മണ്ണാർക്കാട് നൊട്ടമലയിൽ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന വയോധികനെ ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ചു. കരിമ്പ പള്ളിപ്പടി താഴേക്കോട്ടിൽ 70-കാരനായ അബുവിനാണ് ഗുരുതര പരിക്കേറ്റത്. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ മണ്ണാർക്കാട് നൊട്ടമലയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് അപകടമുണ്ടായത്.
ബൈക്കിടിച്ചതോടെ തെറിച്ചു വീഴുന്നത് CCTV ദൃശ്യങ്ങളിലുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ അബുവിനെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വട്ടമ്പലം മദർ കെയർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. മപ്പാട്ടുകര ആനക്കൽ നരിമടക്കുന്നിൽ ഹരിത ടൂറിസത്തിന് ഒരുങ്ങി കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത്. റവന്യൂ വകുപ്പിന്റെ കീഴിലുള്ള 23 ഏക്കർ ഭൂമി പാട്ടത്തിന് ഏറ്റെടുത്ത് ടൂറിസം കേന്ദ്രമാക്കി മാറ്റാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. നിരവധി സഞ്ചാരികളാണ് തൂതപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്തിന്റെ പ്രകൃതി മനോഹാരിത ആസ്വദിക്കാൻ ഇവിടെ എത്തുന്നത്. കുലുക്കല്ലൂർ നെല്ലായ പഞ്ചായത്തുകളിലായി പരന്നു കിടക്കുന്ന ഭൂപ്രദേശമാണ് ആനക്കൽ നരിമടക്കുന്ന. സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന തൂതപ്പുഴയോരത്തെ ആനക്കൽ കുന്നൻ ചെരുവുകൾ ഉൾപ്പെടുന്ന ഏക്കർ കണക്കിന് സ്ഥലം സർക്കാർ അധീനതയിലുള്ളതാണ്. ആനക്കൽ കുന്ന്, നരിമട, ആനക്കയം, മപ്പാട്ടുകര, തടയണ എന്നിവയുൾപ്പെടുന്ന സ്ഥലം പ്രകൃതി മനോഹാരിത തുളുമ്പുന്ന കാഴ്ചകളാണ്. ഇവയെല്ലാം കോർത്തിണക്കി വിനോദസഞ്ചാര കേന്ദ്രം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ആനക്കൽ ഇക്കോ ടൂറിസം പദ്ധതിക്ക് ആവശ്യമായ സ്ഥലം അളന്നു തിട്ടപ്പെടുത്തുന്ന പ്രവൃത്തികൾ റവന്യൂ വകുപ്പ് പൂർത്തീകരിച്ചിരുന്നു. ഇങ്ങനെ കണ്ടെത്തിയ 23 ഏക്കർ ഭൂമി കുലുക്കല്ലൂർ പഞ്ചായത്തിന് പാട്ടത്തിന് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തിയായി വരുന്നതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ ആനക്കൽ ഇക്കോ ടൂറിസം പദ്ധതി വൈകാതെ തന്നെ പ്രാവർത്തികമാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി പറഞ്ഞു. ഒക്ടോബർ 2-ാം തീയതി കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ആനക്കൽ നരിമടക്കുന്ന് ഇക്കോ ടൂറിസം പ്രദേശം ശുചീകരണം നടത്തിക്കൊണ്ട് അതിൻ്റെ പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണെന്ന് പൊതുജനങ്ങളെ അറിയിക്കുകയും അതോടൊപ്പം തന്നെ ഈ പ്രദേശം നമ്മൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തുകൊണ്ട് ഈ പ്രദേശത്തെ ഭൂമി പാട്ടത്തിനെടുക്കാൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറാണെന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ സർവേ നടത്തിക്കൊണ്ട് 23 ഏക്കർ സ്ഥലം റവന്യൂ ഭൂമിയാണെന്നും ആ ഭൂമി സർക്കാരിൽ നിന്ന് പാട്ടത്തിനെടുക്കാൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറാണെന്നും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്നുള്ള അനുകൂലമായിട്ടുള്ളൊരു റിപ്പോർട്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് കിട്ടുമെന്നുള്ള ഉറപ്പിന്മേൽ പഞ്ചായത്തിൻ്റെ വലിയൊരു സ്വപ്ന പദ്ധതിയാണ് ആനക്കൽ ഇക്കോ ടൂറിസം പദ്ധതി. അവധി ദിവസങ്ങളിലും മറ്റും നിരവധി വിനോദസഞ്ചാരികളാണ് ആനക്കൽ കുന്നിൻ്റെ ദൃശ്യഭംഗി ആസ്വദിക്കാൻ ഇവിടെ എത്തുന്നത്. കൂറ്റൻ പാറകളും പുൽക്കാടുകളും ദൂരെ നിന്നും ഒഴുകിയെത്തുന്ന പുഴയുടെ ദൃശ്യഭംഗിയും ഇളംകാറ്റും മാവുണ്ടിരിക്കടവ് പാലവും മപ്പാട്ടുകര തടയണയും ആനക്കൽ ലിഫ്റ്റ് ഇറിഗേഷനും അതിപുരാതനമായ ആനക്കൽ ഭഗവതി ക്ഷേത്രവും കുന്നിൻ മുകളിലെ നരിമടയുമെല്ലാം ഇവിടെയെത്തുന്ന സഞ്ചാരികളുടെ മനം നിറയ്ക്കുന്ന കാഴ്ചകളാണ്. പുലർക്കാലത്തും സായാഹ്നങ്ങളിലുമാണ് ഈ കാഴ്ച ഏറ്റവും മനോഹാരിതം. ആനക്കൽ ഇക്കോ ടൂറിസം പദ്ധതി പ്രാവർത്തികമാകുന്നതോടെ ഈ പ്രദേശം ജില്ലയുടെ ടൂറിസം ഭൂപടത്തിൽ ഇടം നേടുന്നതോടൊപ്പം പ്രദേശത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, ചെർപ്പളശ്ശേരി. പിണറായി പോലീസ് RSS കൂട്ടുകെട്ട് കേരളത്തെ തകർക്കുകയാണെന്നാരോപിച്ച് SDPI പെരിന്തൽമണ്ണ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനജാഗ്രത ക്യാമ്പയിൻ സംഘടിപ്പിക്കും. പഞ്ചായത്ത് തലങ്ങളിൽ വാഹന പ്രചരണ ജാഥയും പദയാത്രയും ഒക്ടോബർ 12-ന് പെരിന്തൽമണ്ണയിൽ ജനജാഗ്രതാ റാലിയും സംഘടിപ്പിക്കുമെന്ന് SDPI മണ്ഡലം നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
പിണറായി പോലീസ് RSS കൂട്ടുകെട്ട് കേരളത്തെ തകർക്കുകയാണെന്ന് ആരോപിച്ച് സെപ്റ്റംബർ 25 മുതൽ ഒക്ടോബർ 25 വരെ സംസ്ഥാനത്ത് SDPIയുടെ നേതൃത്വത്തിൽ ജനജാഗ്രതാ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി SDPI പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ ഒക്ടോബർ 5 മുതൽ 12 വരെ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് SDPI മണ്ഡലം നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭരണകക്ഷി MLA തന്നെ തെളിവുകൾ നിരത്തിക്കൊണ്ട് ഗൂഢാലോചന ആരോപിക്കുന്ന ഒരാളെ തന്നെ സേനയുടെ തലപ്പത്ത് നിർത്തിക്കൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നമുക്കറിയാലോ, തീരെ ലോജിക്കില്ലാത്തൊരു പ്രോഗ്രാമാണ്. അതൊരു സാധാരണ ഓഫീസറെ പോലും നമ്മൾ അത്തരത്തിലല്ലല്ലോ ട്രീറ്റ് ചെയ്യാറുള്ളത്. അതേസമയത്ത് അദ്ദേഹത്തിന് നേരിട്ടുള്ള കുറെ പ്രതിസന്ധികൾ, മുഖ്യമന്ത്രിക്ക് നേരിട്ടുള്ള കുറെ പ്രതിസന്ധികളെ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല അഡ്ജസ്റ്റ്മെന്റുകളും RSS നേതൃത്വം കൊടുക്കുന്ന ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിന് ചെയ്തു കൊടുക്കുന്നു എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു. ജനങ്ങളെ ഇത്തരം ഗൂഢാലോചനകളെ കുറിച്ചിട്ട് അവയർനെസ് ആക്കി ഇത്തരം വർഗീയ ശക്തികളെ, അതായത് BJP, RSS പോലുള്ള വർഗീയ ശക്തികളെ ഒറ്റപ്പെടുത്തുന്നതിന് ആവശ്യമായ ജനകീയ മുന്നേറ്റം ഓർഗനൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു ജനജാഗ്രതാ റാലി നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളിലും നഗരസഭയിലും വാഹന പ്രചാരണ ജാഥയും പദയാത്രയും സംഘടിപ്പിക്കും. കോർണർ യോഗങ്ങൾ, ലഘുരേഖ വിതരണം, ഭവന സമ്പർക്കം തുടങ്ങിയ പരിപാടികളും നടത്തും. ശനിയാഴ്ച ഏലംകുളത്താണ് ആദ്യ പദയാത്ര. ഒക്ടോബർ 12 വൈകിട്ട് പെരിന്തൽമണ്ണ കോടതിപ്പടിയിൽ ജനജാഗ്രതാ റാലി സംഘടിപ്പിക്കുമെന്നും SDPI മണ്ഡലം നേതാക്കൾ അറിയിച്ചു. മണ്ഡലം സെക്രട്ടറി N. അലി മാസ്റ്റർ, വൈസ് പ്രസിഡന്റുമാരായ P. മുസ്തഫ, ഷിഹാബ് PV, ജില്ലാ കമ്മിറ്റി അംഗം ഷംസുദ്ദീൻ പുത്തൂർ, മീഡിയ കോർഡിനേറ്റർ അബ്ദുൽ സലാം അമ്മിനിക്കാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ സന്നദ്ധ സംഘടനകൾക്ക് വലിയ പങ്കാണ് നിർവഹിക്കാനുള്ളതെന്ന് ET മുഹമ്മദ് ബഷീർ MP. പെരിന്തൽമണ്ണ ഹൈദരലി ശിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാദമിയിൽ ക്രിയാ പദ്ധതിയും മുദ്ര എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിച്ച സന്നദ്ധ പ്രവർത്തകർക്കായുള്ള ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ MPക്കും ഒരു കമ്മിറ്റി ഉണ്ടാവും. ആ കമ്മിറ്റിയിൽ അവർ ചോദിക്കുന്നത് കിട്ടും. അതിൽ മേജർ ആയിട്ടുള്ള കമ്മിറ്റീസിനൊക്കെ തന്നെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്നതാണ്. എനിക്ക് ഇത്രയും കൊല്ലത്തെ സർവീസ് ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ഏത് കമ്മിറ്റിയും കിട്ടും. പക്ഷെ ഞാൻ ഓപ്റ്റ് ചെയ്തത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് ആ മിനിസ്ട്രിയുടെ കീഴിലുള്ള കമ്മിറ്റിയിലാണ്. ആ കമ്മിറ്റി അത്ര ഹൈ ലെവൽ കമ്മിറ്റി അല്ല. ഫിനാൻസ് ഉണ്ട്, മറ്റേ ടൂറിസം ഉണ്ട്, അങ്ങനെ ഒരുപാട് കമ്മിറ്റികളുണ്ടെങ്കിലും സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് കമ്മിറ്റി ആ നിലയിൽ നോക്കുകയാണെങ്കിൽ ചെറിയ കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി ഞാൻ ഓപ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഇതുപോലുള്ള കുറേ പ്രാന്തവൽക്കരിക്കപ്പെട്ടവരുടെ പ്രശ്നം, ഭിന്നശേഷിക്കാരുടെ പ്രശ്നം, സോക്കേടുകാരുടെ കാര്യങ്ങൾ, അങ്ങനെ കഷ്ടപ്പെടുന്നവൻ്റെ പല സംഗതികളും കൈകാര്യം ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ്. അത് ചോദിച്ച് വാങ്ങിയതാണ്. എനിക്കത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചതാണ്. പുതിയ കാലത്ത് യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന തെറ്റായ പ്രവണതകൾക്കെതിരെയുള്ള ശക്തമായ പ്രചാരണം സന്നദ്ധ സംഘടനകൾ അജണ്ടയായി ഏറ്റെടുക്കണമെന്നും വിദ്യാഭ്യാസം, സ്കിൽ ഡെവലപ്മെന്റ് എന്നീ രംഗങ്ങളിലും സന്നദ്ധ സംഘടനകൾ ശ്രദ്ധ ചെലുത്തണമെന്നും ET മുഹമ്മദ് ബഷീർ MP കൂട്ടിച്ചേർത്തു. മുദ്ര ഫൗണ്ടേഷൻ ചെയർമാൻ നജീബ് കാന്തപുരം MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം അസിസ്റ്റന്റ് കളക്ടർ ആര്യ VM ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. സമൂഹ താൽപ്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സന്നദ്ധ സംഘടനകൾ തയ്യാറാവണമെന്നും പ്രയാസമനുഭവിക്കുന്ന മനുഷ്യരുടെ കണ്ണീരൊപ്പുകയാണ് ഏറ്റവും വലിയ സേവനമെന്നും അസിസ്റ്റന്റ് കളക്ടർ ആര്യ VM പറഞ്ഞു. പരസ്പരം കൊളാബറേറ്റ് ചെയ്ത് പുതിയ പ്രവർത്തനങ്ങൾ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ സമൂഹം, ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ, സമൂഹം ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകും എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു സമ്മിറ്റ് ഇവിടെ ഓർഗനൈസ് ചെയ്ത മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷനും അതുപോലെ ക്രിയയ്ക്കും എല്ലാവിധ മനസ്സ് നിറഞ്ഞുള്ള അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. മുൻമന്ത്രി നാലകത്ത് സൂപ്പി, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, മുദ്ര ഫൗണ്ടേഷൻ സെക്രട്ടറി ഡോക്ടർ P. ഉണ്ണീൻ, AK നാസർ, S. അബ്ദുസലാം, മുനീർ മാസ്റ്റർ, ഷാഹിദ് എളേറ്റിൽ, റാഫി MA, റൌഫ് എളേറ്റിൽ, റോഷിൻ, ലതിക സതീഷ്, NM ഫസൽ വാരിസ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ സെഷനുകൾക്ക് അനന്തുകൃഷ്ണൻ, ഡോക്ടർ തോമസ് ജോർജ്, PMA സമീർ, സജി ഐസക്, ഹമീദ് KK, മുസ്തഫ പരതക്കാട് എന്നിവർ നേതൃത്വം നൽകി.
CPM എടപ്പറ്റ ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ആഞ്ഞിലങ്ങാടിയിൽ നടന്നു. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഘട്ടത്തിലും ഈ രാജ്യത്തോടോ രാജ്യത്തുള്ള മനുഷ്യരോടോ നീതി പുലർത്തുന്നതിനെ കുറിച്ച് വിദൂരത്തെങ്കിലും ഇക്കൂട്ടർ ചിന്തിക്കുന്നുണ്ടോ എന്ന ആശങ്ക ഓരോ മനുഷ്യരിലും ജനിപ്പിക്കുന്ന നിലയിലായിരുന്നു ഇവരുടെ ഇടപെടൽ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ ഭരിക്കുന്ന ഭരണകൂടങ്ങളിൽ നിന്നും വിഭിന്നായി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി കോർപ്പറേറ്റുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഭരണകൂടമായി കഴിഞ്ഞ 10 വർഷക്കാലത്തെ NDA ഗവൺമെന്റ് രാജ്യത്ത് മുന്നോട്ട് പോയതിന്റെ അനുഭവമാണ് നമ്മുടെയൊക്കെ മുൻപിലുള്ളത്. വലിയ സമരങ്ങളുടേതായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം. ഈ രാജ്യത്തെ വൈവിധ്യമാർന്ന ജനവിഭാഗം സമരത്തിലായി. CPIM എടപ്പറ്റ ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനമാണ് ആഞ്ഞിലങ്ങാടിയിൽ നടന്നത്. റെഡ് വളണ്ടിയർമാരുടെ അകമ്പടിയോടെ പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തോടെയാണ് സമ്മേളനം ആരംഭിച്ചത്. സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ലോക്കൽ സെക്രട്ടറി KM ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെന്റർ അംഗം V ജ്യോതിഷ്, സ്വാഗത സംഘം കൺവീനർ KS സുരേഷ് കുമാർ, AN പ്രദീപ്, C രവീന്ദ്രൻ, K രജനി, VP കൃഷ്ണപ്രഭ തുടങ്ങിയവർ പ്രസംഗിച്ചു. മണ്ണാർക്കാട് GMUP സ്കൂളിൽ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ച 1.30 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ശനിയാഴ്ച രാവിലെ 10:30 ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. 8 ക്ലാസ് മുറികൾ അടങ്ങുന്നതാണ് കെട്ടിടമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്കൂൾ കെട്ടിട ഉദ്ഘാടനം നാടിന്റെ ആഘോഷമായാണ് രക്ഷിതാക്കളും അധ്യാപകരും ഏറ്റെടുത്തത്. ഉദ്ഘാടനത്തിന്റെ മുന്നോടിയായി വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് നടത്തി. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത ഘോഷയാത്ര, കലാസന്ധ്യ എന്നിവ നടത്തി. സ്ഥലപരിമിതി മൂലം 2 അധ്യാപക തസ്തിക നഷ്ടപ്പെട്ട സ്കൂളിന് പുതിയ കെട്ടിടം പൂർത്തിയായത് ആശ്വാസമായി. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഓൺലൈനായി അധ്യക്ഷത വഹിക്കും. N ഷംസുദ്ദീൻ MLA ഫലകം അനാച്ഛാദനം ചെയ്യുമെന്ന് PTA പ്രസിഡന്റ് സക്കീർ മുല്ലയ്ക്കൽ പറഞ്ഞു. പ്രിയമുള്ളവരെ, മണ്ണാർക്കാട് GMUP സ്കൂളിന് കേരള സർക്കാർ 1,30,00,000 രൂപ കിഫ്ബി ഫണ്ടിൽ വകയിരുത്തിക്കൊണ്ട് 8 ക്ലാസ് മുറികളുള്ള മനോഹരമായ ഒരു ബിൽഡിംഗ് നിർമ്മാണം കഴിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഔപചാരികമായ ഒരു ഉദ്ഘാടന കർമ്മം നാളെ, അതായത് ശനിയാഴ്ച കാലത്ത് 10:30 കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഓൺലൈനായി നിർവഹിക്കുകയാണ്. ആ ചടങ്ങിൽ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി അവർ അധ്യക്ഷത വഹിക്കും. അതിനോട് തുടർന്ന് തന്നെ GMUP സ്കൂളിൽ സംഘടിപ്പിക്കുന്ന വിപുലമായ പൊതുസമ്മേളനവും അതുപോലെ ശിലാഫലകം അനാച്ഛാദന കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. അത് ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ അവറുകളാണ് നിർവഹിക്കുന്നത്. പ്രിയപ്പെട്ട നഗരസഭാ ചെയർമാൻ C മുഹമ്മദ് ബഷീർ അവറുകൾ ഇതിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. പ്രിയപ്പെട്ട വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെ, കൗൺസിലേഴ്സ്, അതുപോലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ, മണ്ണാർക്കാട് പൊതുസമൂഹം. PTA പ്രസിഡന്റ് സക്കീർ മുല്ലയ്ക്കൽ, പ്രധാനാധ്യാപകൻ C നാരായണൻ, PTA ഭാരവാഹികളായ P ഖാലിദ്, സമ്മദ് പൂവക്കോടൻ, ഫിറോസ്, UK ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നു. 3 കോടിയോളം രൂപ ചെലവിലാണ് 3 നില കെട്ടിടം നിർമ്മിക്കുന്നത്. മുഹമ്മദ് മുഹസിൻ MLA നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായുള്ള വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുലുക്കല്ലൂർ പഞ്ചായത്തിലെ ചുണ്ടമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 2018-2019 വർഷത്തെ സംസ്ഥാന ബജറ്റിലാണ് ചുണ്ടമ്പറ്റ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന് അനുമതി ലഭിച്ചത്. കിഫ്ബി വഴി 3.9 കോടി രൂപ വകയിരുത്തിയാണ് കെട്ടിട നിർമ്മാണം. കിലയാണ് നിർമ്മാണ നിർവഹണ ഏജൻസി. 3 നിലകളിലായി 1295 ചതുരശ്ര മീറ്റർ ചുറ്റളവിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ 12 ഹയർ സെക്കൻഡറി ക്ലാസ് റൂമുകളും ടോയ്ലറ്റ് സൗകര്യങ്ങളുമാണ് ഒരുക്കുന്നത്. ഭാവിയിൽ ലിഫ്റ്റ് സൗകര്യം ഒരുക്കുന്നതിനുള്ള പ്രവൃത്തികളും ഇതോടൊപ്പം നടത്തുന്നുണ്ട്. SSK ഫണ്ട് ഉപയോഗിച്ചുള്ള 2 ക്ലാസ് മുറികളുടെ നിർമ്മാണവും നടന്നുവരുന്നുണ്ട്. മുമ്പ് MLA ഫണ്ടിൽ നിന്ന് ടോയ്ലറ്റ് ബ്ലോക്കും ഒരു ബസ്സും സ്കൂളിന് അനുവദിച്ചിരുന്നു. കെട്ടിട നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വിദ്യാർത്ഥികൾക്ക് മികച്ച പഠന സൗകര്യം ഒരുക്കാനാകും. നിർമ്മാണ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഹമ്മദ് മുഹസിൻ MLA പറഞ്ഞു. അധ്യാപകരും PTA ഭാരവാഹികളും ജനപ്രതിനിധികളും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. 3 നിലകളിലായിട്ട്, അതായത് ഗ്രൗണ്ട് +2, G+2, 3 നിലകളിലായിട്ട് 12 ക്ലാസ് മുറികളാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. ഈ കെട്ടിടത്തിൽ മാത്രം
കില വഴിയാണ് അതിൻ്റെ നിർവഹണ ചുമതല കൊടുത്തിട്ടുള്ളത്. പൂർണ്ണമായി കിഫ്ബി ഫണ്ടാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കറിയാം, വിദ്യാകിരണം പദ്ധതി നേരത്തെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി അത് പ്രഖ്യാപിച്ച പദ്ധതിയാണ്. 12 ക്ലാസ് മുറികൾ, അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ലിഫ്റ്റ് ഇതിനകത്തില്ലെങ്കിലും ലിഫ്റ്റിന് വേണ്ട സൗകര്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അതിന് മെഷീനും മറ്റുള്ളതിനും വേണ്ടിയിട്ടുള്ള ഫണ്ട് കൂടി കണ്ടെത്തേണ്ടതുണ്ട്. എന്തായിരുന്നാലും ഈ ക്ലാസ് മുറികൾ ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള ക്ലാസ് മുറികളാണ് ഇതിന്റെ ഭാഗമായി ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ചുണ്ടമ്പറ്റ ഹയർ സെക്കൻഡറി സ്കൂളിൽ അത്യാവശ്യം വേണ്ട ക്ലാസ് മുറികളാകും. ഇതിന്റെ കൂടെ തന്നെ SSKയുടെ ഫണ്ടിൽ 2 ക്ലാസ് മുറികളുടെ നിർമ്മാണം കൂടി അപ്പുറത്ത് നടക്കുന്നുണ്ട്. നേരത്തെ MLA ഫണ്ടിൽ ഇവിടെ വിദ്യാർത്ഥികളും അധ്യാപകരും ആവശ്യപ്പെട്ട പ്രകാരം ടോയ്ലറ്റ് കോംപ്ലക്സ് ഇവിടെ യാഥാർത്ഥ്യമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ഒരു ബസ്സും MLA ഫണ്ടിൽ യാഥാർത്ഥ്യമാക്കി. ഈ വിദ്യാലയത്തിൽ ഇനിയും ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഒരു സമഗ്രമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ആ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. വളരെ നന്നായി, വളരെ മികച്ച രീതിയിൽ സ്കൂള് ഈ കെട്ടിട നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ വലിയ മാറ്റമാണ് ചുണ്ടമ്പറ്റ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉണ്ടാകാൻ പോകുന്നത്. മേലാറ്റൂർ ഉപജില്ലാ സ്കൂൾ കായികമേള ഒക്ടോബർ 7 മുതൽ 11 വരെ വെള്ളിയഞ്ചേരി ASM ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കും. പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആദ്യ 3 ദിവസങ്ങളിൽ UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുടെയും വ്യാഴാഴ്ച LP വിഭാഗത്തിന്റെയും മത്സരങ്ങളാണ് നടക്കുക. ഉപജില്ലയിലെ 60 സ്കൂളുകളിൽ നിന്നായി 3000-ഓളം കായിക താരങ്ങൾ വിവിധ ഇനങ്ങളിൽ പങ്കെടുക്കും. തിങ്കളാഴ്ച രാവിലെ 10-ന് പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി മേള ഉദ്ഘാടനം ചെയ്യും. എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. കബീർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മേലാറ്റൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സക്കീർ ഹുസൈൻ മുഖ്യപ്രഭാഷണം നടത്തും. സമാപന സമ്മേളനം അഡ്വക്കേറ്റ് UL ലത്തീഫ് MLA ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. ഈ അധ്യയന വർഷത്തെ മേലാറ്റൂർ ഉപജില്ല സ്കൂൾ കായികമേള ഈ വരുന്ന 7 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ വെള്ളിയഞ്ചേരി ASM ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വെച്ച് നടക്കുകയാണ്. മേലാറ്റൂർ ഉപജില്ലയിലെ 55ഓളം വരുന്ന സ്കൂളുകളിൽ നിന്നായി പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള 1500-ലധികം കുട്ടികൾ ഈ 4 ദിവസത്തെ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. മേളയ്ക്ക് വേണ്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. 7-ാം തീയതി രാവിലെ 10 മണിക്ക് പെരിന്തൽമണ്ണ സബ് കളക്ടർ ശ്രീമതി അപൂർവ ത്രിപാഠി ഈ മത്സരം ഉദ്ഘാടനം ചെയ്യുകയാണ്. എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കബീർ മാസ്റ്ററുടെ അധ്യക്ഷതയിലാണ് യോഗം നടക്കുന്നത്. സ്കൂൾ മാനേജർ TP അബ്ദുള്ള, പ്രിൻസിപ്പൽ K. സുനിത, പ്രധാനാധ്യാപകൻ V. ജയ്സൺ ജോസഫ്, കായികാധ്യാപകൻ PK സാഫിർ, P. ഉസ്മാൻ അലി, TP ഇഹ്സുദ്ദീൻ, K. വിനയ്, PK മിർഫ, K. നിഷ്മ, KT മാജിദ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാലക്കാട് റവന്യൂ ജില്ലാ ചെസ് ചാമ്പ്യൻഷിപ്പ് കാർലമണ്ണ NNM UP സ്കൂളിൽ വെച്ച് നടന്നു. ചെർപ്പശ്ശേരി നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. 12 സബ് ജില്ലകളിൽ നിന്നുമായി 200ഓളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടിയ ആൺപെൺ വിഭാഗങ്ങളിലെ കുട്ടികൾ സംസ്ഥാനതല പ്രഥമ സ്കൂൾ ഒളിമ്പിക്സിലേക്ക് യോഗ്യത നേടി. കൗൺസിലർ രജനിയമ്മ, PTA പ്രസിഡന്റ് രജീഷ്, ഹെഡ് മാസ്റ്റർ പ്രസാദ്, സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി ദിലീപ്, കായികാധ്യാപകൻ സുദീപ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സമാപന സമ്മേളനത്തിൽ 1ഉം 2ഉം സ്ഥാനം നേടിയ വിജയികൾക്ക് PTA പ്രസിഡന്റ് രജീഷ്, പ്രശസ്ത കായിക താരവും ചെറുപ്പശ്ശേരി AU ഓഫീസിലെ സ്റ്റാഫുമായ ഷിജു, മാനേജ്മെന്റ് പ്രതിനിധി ദിലീപ്, ഹെഡ് മാസ്റ്റർ പ്രസാദ്, സുദീപ് വൈശാഖ് എന്നിവർ സമ്മാനം നൽകി. ചെസ് ചാമ്പ്യൻഷിപ്പോടനുബന്ധിച്ച് സ്കൂൾ തലത്തിൽ നടത്തിയ ഫാമിലി ചെസ് ക്വിസ് മത്സര വിജയികൾക്കും പ്രത്യേക സമ്മാനം നൽകി. ചെർപ്പശ്ശേരി ഉപജില്ലാ വിദ്യാരംഗം സർഗോത്സവം ശ്രീകൃഷ്ണപുരം AUP സ്കൂൾ വെച്ച് നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാജിക ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളുടെ സർഗശേഷി അറിയാനും, കാരണം മാതാപിതാക്കൾ ചിലപ്പോൾ അറിയാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ അധ്യാപകരാണ് കുട്ടികളിലുള്ള എല്ലാ കഴിവുകളും കണ്ടെത്തുന്നതിനും അവരെ പരിപോഷിപ്പിക്കുന്നതിനും നല്ല കവിമാരായിട്ടൊക്കെ ഓരോ 7 തരം കലാരംഗങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ 7 തരത്തിലുള്ള അവരുടെ ശേഷികൾ വർദ്ധിപ്പിക്കുന്നതിനും അതൊക്കെ ശില്പശാല നയിക്കുന്നതിന് തന്നെ ഏറ്റവും മികച്ച പ്രഗത്ഭരായ അധ്യാപകരാണ് കഥാകൃത്തും. അങ്ങനെ എല്ലാ കലയിലും ഏറ്റവും മികച്ച പ്രഗത്ഭ തെളിയിച്ച കലാകാരന്മാരാണ്. കഥാകൃത്തും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ ശിവപ്രസാദ് പാലോട് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു.
പ്രധാനാധ്യാപിക എം അരുണ അധ്യക്ഷയായി. നിരഞ്ജൻ മോഹന്റെ കഥകളിപ്പദത്തോടുകൂടി ആരംഭിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി കെ രാധിക, ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ കോയ, BPC NP പ്രിയേഷ്, വിദ്യാരംഗം ജില്ലാ കോർഡിനേറ്റർ മണികണ്ഠൻ KK, വിദ്യാരംഗം ഉപജില്ലാ കൺവീനർ പി വിദ്യ, ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു PS, AUP സ്കൂൾ മാനേജർ സുബ്രഹ്മണ്യൻ C, രാഘവൻ TP, രാമദാസ് K, ഷാജി K ജോർജ് എന്നിവർ സംസാരിച്ചു. മുൻ MLA പാറക്കൂട്ടിൽ കുമാരന്റെ സ്മരണാർത്ഥം കോട്ടപ്പുറം ആസ്ഥാനമായുള്ള പീപ്പിൾസ് വെൽഫെയർ സൊസൈറ്റി ഏർപ്പെടുത്തിയ പുരസ്കാരം BJP ജില്ലാ ജനറൽ സെക്രട്ടറിയും സാമൂഹ്യ പ്രവർത്തകനുമായ P വേണുഗോപാലിന് നൽകും. ഒക്ടോബർ 5 വൈകിട്ട് 4:30 ശ്രീകൃഷ്ണപുരം സംഗീത ശില്പം കല്യാണ മണ്ഡപത്തിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 5 ശനിയാഴ്ച വൈകിട്ട് 4:30 ആരംഭിക്കുക. കുറച്ച് കലാപരിപാടികളുണ്ട്. അതിനുശേഷമാണ് മന്ത്രി 5:15 നമുക്ക് സമയം തന്നിട്ടുള്ളത്. അദ്ദേഹം 5:15 എത്തും. ശ്രീ ജോർജ് കുര്യൻ സാറാണ് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം കേന്ദ്ര ന്യൂനപക്ഷ ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സഹമന്ത്രിയാണ്. അതുപോലെ ഇതിൽ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ PC മോഹനമാസ്റ്ററാണ്. അദ്ദേഹം കോഫി ബോർഡിൻ്റെ ഡയറക്ടർ, അതുപോലെ നാളികേര വികസന ബോർഡിൻ്റെ വൈസ് ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അദ്ദേഹമാണ് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത്. അദ്ദേഹമാണ് ഇപ്പോൾ നമ്മൾ പാറക്കോട്ടിൽ കുമാരൻ XMLAയുടെ പേരിൽ അത് കൊടുക്കാനുള്ള കാരണം അദ്ദേഹം ഇതിൻ്റെ ദീർഘകാലം ചെയർമാനായിരുന്നു എന്ന ഒരു കാരണം കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തന മേഖലയെക്കുറിച്ച് ഇവിടുത്തെ ശ്രീകൃഷ്ണപുരത്തുകാർക്കും കരിമ്പുഴക്കാർക്കും മണ്ണാർക്കാടുകാർക്കും ഒക്കെ വളരെ വ്യക്തമായിട്ട് അറിയുന്നതാണ്. അദ്ദേഹം ഒരുപാട് മേഖലകളിൽ ഒരുപാട് സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് തൊഴിൽ നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ഊന്നൽ നൽകിക്കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയ ആളാണ് അദ്ദേഹം. ഇപ്പോൾ ഈ അവാർഡ് നേടിയിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി എന്ന പോസ്റ്റിലാണ്. അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ കാർഷിക പദ്ധതിയായിട്ടുള്ള ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ്റെ ഒറ്റപ്പാലം താലൂക്ക് രൂപീകരിച്ചിട്ടുള്ള FPOയുടെ ചെയർമാനാണ് അദ്ദേഹം. വിവിധ കേന്ദ്ര പദ്ധതികളിൽ ആനുകൂല്യം ലഭിക്കാത്തവരുടെയും മുടങ്ങിയവരുടെയും പരാതികൾ, വിവിധ അപേക്ഷകൾ എന്നിവ മന്ത്രി ചടങ്ങിൽ സ്വീകരിക്കും. പരാതികൾ സ്വീകരിക്കാൻ പ്രത്യേക കൗണ്ടർ സജ്ജീകരിക്കുമെന്നും പീപ്പിൾസ് വെൽഫെയർ സൊസൈറ്റി സെക്രട്ടറി ബിജു കരിമ്പൻചോല, വൈസ് ചെയർമാൻ KP സന്തോഷ്, V വിശ്വനാഥൻ, സ്വാഗത സംഘം ചെയർമാൻ കേണൽ M അച്യുതൻ എന്നിവർ അറിയിച്ചു. മണ്ണാർക്കാട് GMUP സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു. കോടതിപ്പടിയിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര GMUP സ്കൂളിൽ സമാപിച്ചു. വിളംബര ഘോഷയാത്ര നഗരസഭാ ചെയർമാൻ C മുഹമ്മദ് ബഷീർ ഫ്ളാഗ് ഓഫ് ചെയ്തു. വാദ്യമേളങ്ങളുടെയും തനത് കലാരൂപങ്ങളുടെയും അകമ്പടിയോടെയായിരുന്നു ഘോഷയാത്ര. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷെഫീഖ് റഹ്മാൻ, ഹംസ കുർവണ്ണ, കൗൺസിലർമാരായ പുഷ്പാനന്ദൻ, രാധാകൃഷ്ണൻ, PTA പ്രസിഡന്റ് സക്കീർ മുല്ലയ്ക്കൽ, പ്രധാനാധ്യാപകൻ C നാരായണൻ, PTA ഭാരവാഹികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ വിളംബര ഘോഷയാത്രയിൽ പങ്കെടുത്തു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകളിലേക്ക്. ചെർപ്പശ്ശേരി പുത്തനാൽക്കൽ ക്ഷേത്രത്തിൽ നവരാത്രി സംഗീതോത്സവത്തിന് അരങ്ങുണർന്നു. VK ശ്രീകണ്ഠൻ MP സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു. പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ 29ാമത് നവരാത്രി സംഗീതോത്സവത്തിനാണ് ക്ഷേത്രം ശ്രീദുർഗ ഓഡിറ്റോറിയത്തിൽ അരങ്ങുണർന്നത്. VK ശ്രീകണ്ഠൻ MP സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു. പൊതുവെ സംഗീതത്തിനോടും സാഹിത്യത്തിനോടും കലയിനോടും ഒക്കെ വളരെ ആഭിമുഖ്യമുള്ള ഒരു ജില്ലയാണ്.
നമ്മുടെ പൂർവികരൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള നല്ല മാർഗങ്ങളുണ്ട്. മറ്റുള്ളവരെ സ്നേഹിക്കാൻ, മറ്റുള്ളവരോട് ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി പെരുമാറാൻ, കരുണയോടുകൂടി എല്ലാറ്റിനെയും നോക്കിക്കാണും, സഹാനുഭൂതിയോടുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല ഉപദേശം തന്നിട്ടുള്ളവരാണ്. ഒരുപാട് മഹാന്മാർ നമ്മുടെ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. അത് കലയിലും സാഹിത്യത്തിലും സംഗീതത്തിലും മാത്രമല്ല, വളരെ നൈപുണ്യമുള്ള പല മേഖലയിലും വിരാജിച്ചിട്ടുള്ള ഒരുപാട് പേരുടെ ചരിത്രമുറങ്ങുന്ന ജില്ലയാണ് നമ്മുടെ പാലക്കാട്. ഒരുപാട് ഭരണാധികാരികളെ ലോകമെങ്ങും എത്തിച്ചിട്ടുള്ള ഒരു ജില്ല ഏതാ ചോദിച്ചാൽ ഒരു പക്ഷേ കേരളത്തിൽ അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് പാലക്കാട് ജില്ലയാണ്. പി മമ്മിക്കുട്ടി MLA അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ, സംഗീതജ്ഞൻ മണ്ണൂർ രാജകുമാരനുണ്ണി, കൗൺസിലർ പി അബ്ദുൽ ഗഫൂർ, KB രാജാനന്ദ്, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ VS ആനന്ദു, അശോകൻ മനവഴി, KB രാജേന്ദ്രൻ, ഹരിദാസ് പതിയടിയിൽ, പി ശ്രീകുമാർ, മോഴിക്കുന്നത്ത് ദാമോദരൻ നമ്പൂതിരിപ്പാട് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഭരതസുന്ദറിന്റെ പ്രഥമ കച്ചേരി അരങ്ങേറി. SR മഹാദേവ ശർമ്മ വയലിനും, MM ഹരിനാരായണൻ മൃദംഗത്തിലും, ഉടുപ്പി ശ്രീകാന്ത് ഗഞ്ചിറയിലും പക്കമേളമൊരുക്കി. കുലുക്കല്ലൂർ മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി നൃത്തവാദ്യ സംഗീതോത്സവത്തിന് തിരിതെളിഞ്ഞു. 9 ദിനരാത്രങ്ങളിലായി നടക്കുന്ന നൃത്തവാദ്യ സംഗീതോത്സവത്തിൽ 300-ലേറെ കലാകാരന്മാരാണ് പങ്കെടുക്കുന്നത്. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് മുളയങ്കാവ് ഭഗവതി ക്ഷേത്രം വൈവിധ്യമാർന്ന കലാവിരുന്നാണ് നൃത്തവാദ്യ സംഗീതോത്സവത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ക്ഷേത്രം മേൽശാന്തി ജാലമന ഗിരീഷ് എമ്പ്രാന്തിരി ഭദ്രദീപം തെളിയിച്ച ചടങ്ങിൽ സോപാന സംഗീത ഗായിക ആശാ സുരേഷ് നൃത്തവാദ്യ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു. എല്ലാം കൊണ്ടും വ്രതമെടുത്ത് നമ്മൾ വ്രതശുദ്ധിയോടുകൂടി നമ്മുടെ കഴിവുകളെ, നമ്മളുടെ ശീലങ്ങളെ, നമ്മളുടെ തൊഴിലിനെ എല്ലാം നമ്മൾ പുനരാരംഭിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ, ഈ ആചാരം അനുഷ്ഠാനം പറയുന്നതിനേക്കാൾ ഉപരി ഒരു ക്ഷേത്രം ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അവിടെ ആളുകൾ ഒത്തുകൂടും, ഒരുപാട് പോസിറ്റീവ് എനർജി ഇത്തരം പരിപാടികളിൽ നിന്ന് ലഭിക്കും. അതെല്ലാം ഇതിൻ്റെ ഒരു സയന്റിഫിക് വശം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഇടയ്ക്ക അല്ലെങ്കിൽ സോപാന സംഗീതം എന്ന് പറയുന്ന കലാരൂപത്തിന്റെ പ്രതിനിധിയായാണ് ഞാനിവിടെ വന്നത്. ഏതൊരു കാര്യം ആരംഭിക്കാനും ശുഭ സൂചകമായിട്ടുള്ള എന്തൊരു പരിപാടിക്കും ഏറ്റവും ആരംഭം കുറിക്കാൻ മംഗളവാദ്യമായി ഇടയ്ക്ക ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അതും ഈ അവസരത്തിൽ ഒരു നിമിത്തമായി ഞാൻ കണക്കാക്കുന്നു. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ R രത്മേഷ്, വാർഡ് മെമ്പർ K ബാലഗംഗാധരൻ, ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ രാധാകൃഷ്ണൻ, E ഹരിദാസൻ, C രാജൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആശാ സുരേഷിന്റെ സോപാന സംഗീതാർച്ചനയും മൽഹാർ ഓങ്ങല്ലൂർ അവതരിപ്പിച്ച സംഗീതവാദ്യ സമന്വയവും നടന്നു. ഗജാനനം ഭൂതഗണാദിസേവിതം കപിത്ത ജംബൂഫല സാര ഭക്ഷിതം ഉമാസുതം ശോകവിനാശ കാരണം ദേവനുത്തനയാ സായക വേഗാൽ മോഹിക്കുമ്പോൾ സായക വേഗ 9 ദിനരാത്രങ്ങളിലായി നടക്കുന്ന നൃത്തവാദ്യ സംഗീതോത്സവത്തിൽ 300-ലേറെ കലാകാരന്മാരാണ് പങ്കെടുക്കുന്നത്. 13 രാവിലെ 10 മണിക്ക് നടക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനത്തോടെ നൃത്തവാദ്യ സംഗീതോത്സവത്തിന് തിരശ്ശീല വീഴും.
ഒറ്റപ്പാലം കോതകുരിശി ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം കോതകുരിശി ചേറമ്പറ്റ ഭഗവതി ക്ഷേത്രത്തിലാണ് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായത്. 3 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിലാണ് ആഘോഷങ്ങൾ നടക്കുന്നത്. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം മാനേജർ എം പങ്കജാക്ഷൻ അധ്യക്ഷനായി. പത്മശ്രീ രാമചന്ദ്ര പുലവർ മുഖ്യാതിഥിയായി. ക്ഷേത്രം പ്രസിഡന്റ് സുജേഷ് എസ് ഉണ്ണി, സെക്രട്ടറി സന്തോഷ് കുമാർ, സപ്താഹ സമിതി ചെയർമാൻ കെ പി ഗിരീഷ്, കൺവീനർ സത്യൻ ചേറമ്പറ്റ, കോർഡിനേറ്റർ സുധീർ പടിയത്തുപറമ്പിൽ, പ്രൊഫസർ രമാദേവി, ഡോക്ടർ പ്രശാന്ത് വർമ്മ എന്നിവരും പങ്കെടുത്തു. തുടർന്ന് ഡോക്ടർ പ്രശാന്ത് വർമ്മയുടെ ഭജൻസ് മാനസ ജപലഹരി അരങ്ങേറി. ഒക്ടോബർ 6 മുതൽ ശ്രീമദ് ഭാഗവത് സപ്താഹത്തിനും തുടക്കമാകും. വാണിജ്യ വാർത്തകൾ. ആതുര സേവന രംഗത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളോടെ അരക്കുപറമ്പ് സർവീസ് സഹകരണ ബാങ്കിന്റെ നീതി മെഡിക്കൽ ലാബും നിയോ ക്ലിനിക്കും പ്രവർത്തനം ആരംഭിച്ചു. അരക്കുപറമ്പ് മാട്ടറക്കലിൽ ബാങ്കിന്റെ മെഡിക്കൽ സ്റ്റോറിനോട് ചേർന്നാണ് ഇരു സ്ഥാപനവും പ്രവർത്തിക്കുന്നത്. ലാബ് നജീബ് കാന്തപുരം MLAയും ക്ലിനിക്ക് മാനുത്തങ്ങൾ വെള്ളൂരും ഉദ്ഘാടനം ചെയ്തു. എല്ലാത്തരം മരുന്നുകൾക്കും 15% മുതൽ 50% വരെയും ഇൻസുലിൻ മരുന്നുകൾക്ക് 18% ഇളവ് നൽകിയുള്ള നീതി മെഡിക്കൽ സ്റ്റോറാണ് ബാങ്ക് ആദ്യമായി മാട്ടറക്കലിൽ ആരംഭിച്ചത്. സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമായ ഇവിടെ വലിയ സാമ്പത്തിക ചെലവ് ഇല്ലാതെ മുഴുവൻ ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കണമെന്ന ഭരണസമിതിയുടെ തീരുമാനത്തിനൊടുവിലാണ് ക്ലിനിക്കും ലാബും ആരംഭിച്ചത്. വ്യാഴാഴ്ച വൈകുന്നേരം നജീബ് കാന്തപുരം MLA നീതി ലാബും മാനുത്തങ്ങൾ വെള്ളൂർ നിയോ ക്ലിനിക്കും ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് മരുതമ്പാറ മുഹമ്മദ് അലി ഹാജി, സെക്രട്ടറി അഷ്റഫ് പൊന്നേത്ത്, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, പെരിന്തൽമണ്ണ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷംസുദ്ദീൻ, ഗ്രാമപഞ്ചായത്ത് അംഗം VP റഷീദ്, ഹമീദ് ഓങ്ങല്ലൂർ, MT അഫ്സൽ, പത്മനാഭൻ, ഹൈദ്രസ് ഹാജി, ഭരണസമിതി അംഗങ്ങളായ അഷ്റഫ് നടകളത്തിൽ, VP സബാഹ്, EK യൂനസ്, സുകുമാരൻ P, ഷെറീന, ഷെരീഫ, റസീന തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. സാമ്പത്തിക ഇടപാട് മാത്രമല്ല, ജനങ്ങൾക്ക് വേണ്ടി മറ്റ് സേവനങ്ങൾ കൂടി ചെയ്യാൻ സാധിക്കുമെന്നത് അരക്കുപറമ്പ് സർവീസ് സഹകരണ ബാങ്ക് തെളിയിച്ചെന്ന് MLA പറഞ്ഞു. ബാങ്കിൽ നിർവഹിക്കാൻ കഴിയുന്നത് കേവലം ഇടപാടുകൾ മാത്രമല്ലെന്നും ജനങ്ങൾക്ക് വേണ്ടി പലതും ചെയ്യാൻ ഒരു ബാങ്കിന് സാധിക്കുമെന്നും വളരെ കൃത്യമായി തെളിയിക്കുകയാണ് അരക്കുപറമ്പ് ബാങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ നാടുകൾ വലിയ മാതൃക മാത്രമല്ല, ഒരു പ്രചോദനം കൂടിയാണ്. ജീവിതശൈലി രോഗനിർണയ പരിശോധന, അലർജി രോഗനിർണയം തുടങ്ങിയവയും വൃക്ക, കരൾ എന്നിവയുടെ ടെസ്റ്റുകൾ ചെയ്യാനുള്ള സൗകര്യവും നീതി മെഡിക്കൽ ലാബിലുണ്ട്. കൂടാതെ ഹോർമോൺ ടെസ്റ്റുകളും നടത്തുന്നു. തൈറോയ്ഡ് പരിശോധനാ ഫലം 1 മണിക്കൂറിനുള്ളിൽ നൽകാൻ കഴിയുന്ന സംവിധാനവും ഇവിടെയുണ്ട്. വീട്ടിലെത്തി സാമ്പിൾ എടുക്കാനുള്ള സൗകര്യവും ലാബിൽ ഒരുക്കിയിട്ടുണ്ട്. അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിലാണ് ഓരോ ടെസ്റ്റുകളും ചെയ്യുന്നത്. രാവിലെ 6:30 മുതൽ രാത്രി 8 മണി വരെ ലാബിന്റെ സേവനം ലഭ്യമാണ്. മറ്റ് ലാബുകളെ അപേക്ഷിച്ച് എല്ലാ പരിശോധനകൾക്കും 15% മുതൽ 50% വരെ ഡിസ്കൗണ്ട് നൽകുമെന്ന് ബാങ്ക് ഭരണസമിതി അറിയിച്ചു. നിയോ ക്ലിനിക്കിൽ രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ ഡോക്ടർ മുഹമ്മദ് മൻസൂറിന്റെ സേവനം ലഭ്യമാണ്. ഹോം കെയർ, കിടത്തി ചികിത്സ, സ്റ്റിച്ചിങ്,
കിടപ്പ് രോഗികളെ വീട്ടിലെത്തിയുള്ള പരിചരണം തുടങ്ങിയ സേവനങ്ങൾ ക്ലിനിക്കിൽ ലഭ്യമാകും. ഹോം ബ്ലഡ് കളക്ഷൻ, ഓക്സിജൻ സൗകര്യം, ഫിസിയോതെറാപ്പി എന്നിവയും ഇവിടെയുണ്ട്. ക്ലിനിക്കിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 3 ദിവസത്തെ പരിശോധനാ ഫീസ് ഒഴിവാക്കിയതായി ഡോക്ടർ മുഹമ്മദ് മൻസൂർ അറിയിച്ചു. നീതി മെഡിക്കൽ സ്റ്റോറിലേക്ക് വാട്സാപ്പ് വഴി ഡോക്ടറുടെ ചീട്ട് അയച്ചാൽ മരുന്ന് വീട്ടിലെത്തിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സാമ്പത്തിക ചെലവ് മിതമായി മാത്രം വരുന്ന ഒരു കുഞ്ഞു മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യമാണ് ബാങ്ക് മാട്ടറക്കലിൽ വിഭാവനം ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അയ്യപ്പൻകാവിലെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ചെർപ്പളശ്ശേരി അർബൻ ബാങ്കിൽ കോടികളുടെ ക്രമക്കേട് നടന്നുവെന്ന BJPയുടെ ആരോപണം തള്ളി ബാങ്ക് ഭരണസമിതി. പ്രചാരണം വസ്തുതാവിരുദ്ധം. അക്കൗണ്ടിലൂടെ ഇടപാട് നടത്തിയത് 19 ലക്ഷം രൂപ മാത്രം. സുതാര്യമായാണ് എല്ലാ ഇടപാടും നടന്നിരിക്കുന്നതെന്നും ബാങ്ക് ഭരണസമിതി. കമ്മ്യൂണിസത്തെ എങ്ങനെ തകർക്കാം എന്നതിനുള്ള പരീക്ഷണശാലയായി കേരളം മാറിയെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ത്രിപുരയിലെയും ബംഗാളിലെയും പോലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തകരില്ലെന്നും EN സുരേഷ് ബാബു. പെരിന്തൽമണ്ണ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ UDSFന് ചരിത്ര വിജയം. 7-ൽ 7 സീറ്റുകളും UDSF നേടി. തകർത്തത് 50 വർഷത്തെ SFIയുടെ കുത്തക. കുലുക്കല്ലൂർ ആനക്കൽ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പാക്കുമെന്ന് പഞ്ചായത്ത്. റവന്യൂ വകുപ്പിന്റെ കീഴിലുള്ള 23 ഏക്കർ ഭൂമി പാട്ടത്തിന് ഏറ്റെടുക്കും. ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരികയാണെന്ന് പ്രസിഡന്റ്. ഉദ്യോഗസ്ഥരുടെ അഭാവം. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ജനങ്ങളെ വലയ്ക്കുന്നതായി BJP. സെക്രട്ടറിയും ഓവർസിയറും ഉൾപ്പെടെയുള്ള തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു. പകരം ആളുകളെ ഉടൻ നിയമിക്കണമെന്നും BJP. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.